പോലീസുകാരോട് പറയാണ്, പോലീസുകാർ ആവശ്യമില്ലാത്ത തർക്കവും ഉണ്ടാക്കണ്ട, പോലീസിനെയും നമ്മൾ ഭയപ്പെടില്ല എന്ന് നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ വേണ്ടി വന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യും. അവിടെ പോകാനുള്ള വഴി കൊടുക്കണം. വാഹനം പോകാൻ നിങ്ങൾക്ക് വഴി കൊടുക്കണം. വാഹനം പോകണം. വാഹനം ബ്ലോക്ക് ചെയ്യരുത് എന്ന് ഞാൻ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. വാഹനം കടത്തിവിടൂ. അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണം ആർക്ക് വേണ്ടിയാണ്? തൊഴിലാളികൾക്കാണോ? അല്ല മുതലാളിമാർക്കാണോ? തൊഴിലാളിക്കുമല്ല. അദ്ദേഹം ഭരിക്കുന്നത് കോടാനുകോടികൾ പണം സമ്പാദിക്കാനാണ്. അദ്ദേഹത്തിന്റെ കോടികൾ കൊണ്ടുവന്ന സ്വർണം കൊണ്ടുവന്ന കോടികൾ, ഈ സ്വർണം കൊണ്ടുവന്ന കോടികൾ, അതുപോലെ തന്നെ നമ്മുടെ കരിമണലിൽ നിന്നുള്ള കോടികൾ, ഇതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് നിങ്ങൾ പിണറായി വിജയനോട് സ്വകാര്യം ഫോണിൽ ചോദിക്കണം. എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ബാങ്കിലില്ല. ബാങ്കിൽ ഈ പണമൊന്നുമില്ല. ഈ പണം എവിടെ? പണം പോയതെല്ലാം ഒരു മകളുടെ അക്കൗണ്ടിലേക്കാണ്. വീണ എന്ന് പറയുന്ന പൊന്നുമകൾ, ഒരച്ഛൻ, ഇത്രയേറെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ചരിത്രത്തിൽ ഇന്ത്യയിലുണ്ടോ എന്ന് നമുക്ക് ഓർക്കണം. ഒരു പൊന്നുമോൾക്ക് വേണ്ടി ഈ നാടിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയ ഒരു ഭരണാധികാരിയെ ഇന്ത്യ കണ്ടിട്ടില്ല. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് അതിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ സഖാക്കൾ ആലോചിക്കണം. എവിടെയാണ് ഈ പണമെല്ലാം കൊണ്ടുപോയത്? എന്തിനാണ് ഈ പണം ഉണ്ടാക്കിയത്? ഇവിടെ നിങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ, ആശാ വർക്കേഴ്സ് ഒക്കെ രാവ് പകല് പട്ടിണി കിടന്ന് നേരിയ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ പിന്തള്ളിക്കൊണ്ട്, അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് മകൾക്ക് കള്ളപ്പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അച്ഛന്റെ ഭരണം ഈ നാടിന് വേണമോ എന്ന് ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ CPM-കാർ ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഭരണത്തെ കുറിച്ച് സ്വന്തം പാർട്ടി അണികളുടെ അഭിപ്രായം ഒന്ന് തൊട്ടറിയാൻ ഇവിടുത്തെ നേതാക്കന്മാർ തയ്യാറായാൽ നിങ്ങൾ ഒരുപാട് തിരുത്തേണ്ടി വരും. ഒരുപാട് തിരുത്തുന്നില്ല. നിങ്ങളെ തിരുത്തിക്കാൻ കേരളത്തിലെ ജനശക്തിക്ക് സാധിക്കും. ജനാധിപത്യ മതേതര ശക്തിക്ക് സാധിക്കും. നിങ്ങൾ ഓർക്കുക, വെള്ളക്കാരൻ ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നിശബ്ദമാക്കി ഒരു രാഷ്ട്രമുണ്ടാക്കി, ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കി, പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ ഒരു രാഷ്ട്രത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പടുകൂറ്റൻ ഹൃദയത്തിലേക്ക് ഉയർത്തിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ ജാതിയും മതവും വ്യത്യാസമാണ്, ഭാഷകൾ വ്യത്യാസമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യാസമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ കരുത്തുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ഓർമ്മ വേണം. ആ ജനങ്ങളെ നിങ്ങൾ സഖാക്കൾ, കൊച്ചു സഖാക്കൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിവരക്കേടാണെന്ന് സ്വയം നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കോൺഗ്രസിന് നിങ്ങളെ തകർക്കണമെന്നില്ല. നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത് ജനാധിപത്യത്തിന്റെ മഹത്തായ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാഹചര്യം ഉണ്ടാക്കാനാണ്. കയ്യാങ്കളി കളിക്കാനല്ല, കോൺഗ്രസുകാരെ തച്ചൊടുക്കാനല്ല, കോൺഗ്രസിന്റെ കെട്ടിടങ്ങൾ പൊളിക്കാനല്ല, കോൺഗ്രസിനെതിരെ യുദ്ധം ചെയ്യാനല്ല. അങ്ങനെ യുദ്ധം ചെയ്യാൻ വന്നാൽ അവസാനത്തെ ആയുധമെടുക്കാൻ കോൺഗ്രസ് ഭയപ്പെടില്ല എന്നിവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മാപ്പ് തന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു.